പട്ടാളക്കാരുടെ ജീവൻ അപകടത്തിലാകുമോ എന്ന ഭയമില്ലാതാകുന്ന കാലം വരാൻ പോകുന്നു. യുദ്ധക്കളത്തിലേക്ക് ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ഇറക്കാനുള്ള ബഹുഘട്ട പദ്ധതിയുമായി DRDOയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സൈന്യം. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ആധുനിക ലോകത്തിൽ എല്ലാ രംഗങ്ങളിലും അത്ഭുതാവഹമായ മുന്നേറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധരംഗങ്ങളിലും അത് പ്രകടമാണ്. ഇപ്പോഴിതാ വരും ഭാവിയിൽ യുദ്ധരീതികളെ തന്നെ പൂർണ്ണമായും മാറ്റിമറിക്കുന്ന നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് ഇന്ത്യൻ പ്രതിരോധ രംഗം. 2050ഓടെ ഭീകരവിരുദ്ധ ദൌത്യങ്ങളിലും യുദ്ധങ്ങളിലും അതിർത്തി സുരക്ഷാ പ്രവർത്തനങ്ങളിലും ഹ്യൂമനോയിഡ് റോബോട്ടുകളെ വിന്യസിക്കാനുള്ള ദീർഘകാല പദ്ധതിയാണ് സൈന്യം ആവിഷ്കരിച്ചിരിക്കുന്നത്. രാജ്യത്തെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDOയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ സൈന്യത്തിന്റെ പരിവർത്തന ദശകം എന്ന ആധുനികവൽക്കരണ പദ്ധതിയുടെ ഭാഗമായാണ് യാഥാർത്ഥ്യമാക്കുന്നത്. യുദ്ധക്കളങ്ങളിൽ മനുഷ്യ സൈനികരെ പൂർണ്ണമായും മാറ്റി നിർത്തി അവർക്ക് പകരം വെക്കുക എന്നതല്ല ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ വിന്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മറിച്ച് അപകട സാധ്യതയേറിയതും അതീവ ദുഷ്കരവുമായ ദൌത്യങ്ങൾ റോബോട്ടുകൾക്ക് കൈമാറി നിർണായക തീരുമാനങ്ങളുടെ നിയന്ത്രണം മനുഷ്യ കമാൻഡർമാരുടെ കൈകളിൽ തന്നെ നിലനിർത്തുന്ന ഹ്യൂമൻ മെഷീൻ ടീമിംഗ് ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പൂനെ ആസ്ഥാനമായുള്ള DRDOയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എഞ്ചിനീയേഴ്സ് വിഭാഗമാണ് ഹ്യൂമനോയിഡ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. സൈനിക ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള റോബോട്ടിന്റെ വികസനം പുരോഗമിക്കുകയാണെന്നും 2027ഓടെ ആദ്യഘട്ട വികസനം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ചക്രങ്ങളിലോ ട്രാക്കുകളിലോ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ള ഇടതൂർന്ന വനങ്ങൾ, കുത്തനെയുള്ള മലനിരകൾ, യുദ്ധത്തിൽ തകർന്ന നഗരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്ന ബൈപെഡൽ അഥവാ 2 കാലുകളിൽ സഞ്ചരിക്കുന്ന റോബോട്ടുകളെയാണ് DRDO വികസിപ്പിക്കുന്നത്. റോബോട്ടിന്റെ മുകൾ ഭാഗം 24 ഡിഗ്രി ചലനശേഷിയോടെയാണ് രൂപകൽപ്പന ചെയ്യുന്നത്. ഇതിലൂടെ വാതിലുകൾ തുറക്കുക, വാൽവുകൾ തിരിക്കുക, അവശിഷ്ടങ്ങൾ നീക്കുക, സ്ഫോടക വസ്തുക്കളും മൈനുകളും സുരക്ഷിതമായി നിർവീര്യമാക്കുക തുടങ്ങിയ അപകടകരമായ ജോലികൾ നിർവഹിക്കാൻ റോബോട്ടിനാകും. ഇതുവഴി സൈനികരുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം ഗണ്യമായി കുറയ്ക്കാനാകുകയും ചെയ്യും. മനുഷ്യന്റെ ചലനവും സന്തുലിതാവസ്ഥയും അനുകരിക്കാൻ ശരീരത്തിലെ പേശികളെ മാതൃകയാക്കിയ അത്യാധുനിക ആക്യുവേറ്റർ സാങ്കേതിക വിദ്യയാണ് സൈനിക റോബോട്ടുകളിൽ ഉപയോഗപ്പെടുത്തുക. വീണാലും സ്വയം എഴുന്നേൽക്കാനും അസമമായ പ്രതലങ്ങളിലൂടെ സ്ഥിരതയോടെ സഞ്ചരിക്കാനും ഇത്തരം റോബോട്ടുകൾക്കാകും. ചുറ്റുപാടുകൾ തിരിച്ചറിയാൻ ക്യാമറകൾ, മൈക്രോഫോണുകൾ, വിവിധ ചലന സെൻസറുകൾ എന്നിവയ്ക്കൊപ്പം സിമൾട്ടേനിയസ് ലോക്കലൈസേഷൻ ആൻഡ് മാപ്പിംഗ് അഥവാ SLAM സാങ്കേതിക വിദ്യയും ഉൾപ്പെടുത്തും. ഇതിലൂടെ പരിചയമല്ലാത്ത പ്രദേശങ്ങളുടെ ഭൂപടം തത്സമയം തയ്യാറാക്കി രാവും പകലും സ്വയം നാവിഗേറ്റ് ചെയ്യാൻ റോബോട്ടുകൾക്കാകും. മനുഷ്യരും കൃത്രിമ ബുദ്ധി അധിഷ്ഠിത സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സെൻമോർ മാതൃകയിലേക്കാണ് ഇന്ത്യൻ സൈന്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിലവിൽ നടപ്പാക്കുന്ന ഈഗർ ഡ്രോൺ പദ്ധതിയിലൂടെ ഡ്രോണുകളുമായി സംയോജിച്ച് പ്രവർത്തിക്കാൻ സൈനികർക്ക് പരിശീലനം നൽകുന്നുണ്ട്. ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ ഭാവി വിന്യാസത്തിനുള്ള അടിത്തറ എന്ന നിലയിലാണ് ഈ പരിശീലനവും നൽകി വരുന്നത്. 2050 വരെയുള്ള റോഡ് മാപ്പ് 3 ഘട്ടങ്ങളിലായാണ് സൈന്യം തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനിക ആയുധങ്ങളും ഉപകരണങ്ങളും വഹിക്കുക, ഭക്ഷണവും സാമഗ്രികളും എത്തിക്കുക, നിരീക്ഷണം നടത്തുക, രാസവസ്തുക്കൾ നിറഞ്ഞ അപകട മേഖലകളിൽ പ്രവർത്തിക്കുക തുടങ്ങിയ പിന്തുണാ ദൌത്യങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ റോബോട്ടുകളെ ഉപയോഗിക്കുക. രണ്ടാം ഘട്ടം 2040കളോടെയാണ് സാധ്യമാക്കുക. ലക്ഷ്യങ്ങൾ കണ്ടെത്തൽ, രഹസ്യ വിവരശേഖരണം, യുദ്ധഭൂമിയുടെ നിരീക്ഷണം തുടങ്ങിയ കൂടുതൽ സങ്കീർണ ചുമതലകൾ റോബോട്ടുകളെ ഈ ഘട്ടത്തിൽ ഏൽപ്പിക്കും. കാലാൾ പടയാളികളുമായി തത്സമയം വിവരങ്ങൾ പങ്കുവച്ച് യുദ്ധ നീക്കങ്ങളിൽ നിർണായക പങ്കുവഹിക്കാനും ഇവയ്ക്ക് സാധിക്കും. മൂന്നാം ഘട്ടം പൂർത്തിയാക്കുക 2050ഓടെയാണ്. യുദ്ധം, ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ, മുൻനിര പോരാട്ട മേഖലകൾ എന്നിവിടങ്ങളിൽ പൂർണ്ണ സജ്ജമായ ഹ്യൂമനോയിഡ് റോബോട്ടുകളെ വിന്യസിക്കാനാണ് ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. യുദ്ധഭൂമിയിലെ വൻതോതിലുള്ള വിവരങ്ങൾ അതിവേഗം വിശകലനം ചെയ്ത് കമാൻഡർമാർക്ക് തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാൻ റോബോട്ടുകൾ സഹായകരമായി തീരും. സ്ഫോടക വസ്തുക്കൾ, കനത്ത വെടിവെപ്പ്, രാസജൈവ ഭീഷണികൾ തുടങ്ങിയ അതീവ അപകട സാഹചര്യങ്ങളിൽ ആദ്യം റോബോട്ടുകളെ വിന്യസിച്ച് മനുഷ്യ സൈനികരുടെ ജീവൻ സംരക്ഷിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനൊപ്പം യുദ്ധഭൂമിയിലെ അതിവേഗ വിവര വിശകലനം, വിഭവങ്ങളുടെ കാര്യക്ഷമ വിനിയോഗം, കൃത്യമായ ലക്ഷ്യനിർണയം എന്നിവയിലും കൃത്രിമ ബുദ്ധി നിർണായക പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വിശ്വസനീയമായ ഊർജ്ജ സ്രോതസ്, യുദ്ധ സാഹചര്യങ്ങളിലെ പ്രവർത്തനക്ഷമത,
കൃത്രിമ ബുദ്ധിയുടെ വിശ്വാസ്യത തുടങ്ങിയ വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും DRDOയുടെ ഗവേഷണവും സൈന്യത്തിന്റെ ആധുനികവൽക്കരണ നീക്കങ്ങളും മുന്നേറുന്നതോടെ മനുഷ്യ യന്ത്ര സഹകരണത്താലുള്ള സൈനിക മേഖല ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായി വരും ഭാവിയിൽ മാറുമെന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.